രോഗികളുടെ ദയനീയാവസ്ഥ കാണിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം പിടിയിലായി. തിരൂർ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ കൈനിക്കരയിലാണ് സംഭവം. രോഗികളുടെ ചിത്രം പതിച്ച് ഫ്ലെക്സ് ബോർഡുകളും അനൗൺസ്മെന്റ് സംവിധാനങ്ങളുമായി വാഹനത്തിലെത്തി പണപ്പിരിവ് നടത്തിയിരുന്ന സംഘത്തെയാണ് നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത്. കൈനകരയിലെ വീടുകൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ പണപ്പിരിവ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചില യുവാക്കൾക്ക് ഇവരുടെ പെരുമാറ്റത്തിന് സംശയം തോന്നിയിരുന്നു. തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ ചികിത്സയ്ക്കുള്ള രോഗിയെക്കുറിച്ചോ ആശുപത്രിയെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞതോടെ നാട്ടുകാർ സംഘടിച്ചു. ഇത് കണ്ട് സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പിരിച്ചെടുത്ത പണമടങ്ങിയ ബക്കറ്റ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മളെ നാട്ടിലൂടെ എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് ഒരു പിരിവോടെ ഇങ്ങനെ കണ്ട് ഇന്ന് കണ്ണിൽപ്പെട്ട്, അപ്പൊ നമ്മളെ വേണ്ടപ്പെട്ട 2-3 ആളുകളെ വീട്ടിലേക്ക് അവർ കണ്ടപ്പോ സംശയാസ്പദമായ രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ കണ്ടത്. അപ്പൊ അവരതിന്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഏതൊരു മറിയുമ്മ എന്തോ പേരുള്ള ഒരാളെ അക്കൗണ്ടിലേക്കാണ് ആ പൈസ പോകുന്നത്. ഇതിലെഴുതിയ ഈ വണ്ടിയുടെ പുറത്തുള്ള ബോർഡുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. സംശയമുണ്ട്, അത് ഭയങ്കര സംശയമുണ്ട്. അപ്പൊ അതടിസ്ഥാനത്തിൽ അവരെ തടഞ്ഞു വെക്കുകയും അതിലുള്ള ആളുകൾ 2 ആൾ ഓടി രക്ഷപ്പെട്ടു. ബാക്കി 2 ആൾ ഇവിടെ നിന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 2 ആളും പരസ്പര വൈരുദ്ധ്യപരമായ സംസാരമാണ് സംസാരിക്കുന്നത്. ഒരാൾ പറയുന്നത് എനിക്ക് ഞാൻ അതൊന്നും അറിയില്ല, ഞാൻ ഡ്രൈവറാണ്, എനിക്ക് 1500 റുപ്യ കൂലിയാണ്, രാവിലെ ചായയും ഉച്ചക്കുള്ള ചോറ് കിട്ടുക വേറെ ഒന്നുമില്ല. ഒരാൾ പറഞ്ഞു ഞാൻ സഹായിക്കുന്ന ഒരാളാണ്, ഞാൻ ജസ്റ്റ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നാണ് ഒരാൾ പറയുന്നത്. ഏതായാലും നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ പോലീസിന്റെ വിവരം അറിയിച്ചു. പോലീസ് ഏതായാലും ഇപ്പൊ വന്നു, അവരുമായി സംസാരിച്ച് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി വാഹനത്തിന്റെ ഡ്രൈവറെയും പണപ്പിരിവ് നടത്തിയിരുന്ന മറ്റൊരാളെയും കസ്റ്റഡിയിലെടുത്തു. ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് സമീപപ്രദേശമായ പോലിശ്ശേരിയിലും സമാനമായ രീതിയിൽ വ്യാജ പണപ്പിരിവ് നടത്തിയിരുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.